കൊല്ലം കുളത്തൂപ്പുഴയിൽ എണ്ണപ്പന എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ആ തീ ഇപ്പോൾ വ്യാപിക്കുകയാണ്. തൊട്ടടുത്ത വനത്തിലേക്കും തീ പടർന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് സംഘം എത്തി തീയണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അരുൺ രാജ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ ആ ചെറുപ്പക്കാർ സംസാരിക്കുമ്പോൾ പങ്കുവച്ച ആശങ്കയാണ്. തൊട്ടടുത്ത് വനമുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ വനത്തിലേക്കും തീ പടർന്നു എന്നാണോ അരുൺ? തീർച്ചയായും ഉന്മേഷ, ഇത് വനാതിർത്തിയാണ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ മറുകര വശമാണ്. ഞാൻ ആ മലയിലൂടെ കടന്ന് നമ്മുടെ യൂണിറ്റ് അടക്കം ഇവിടേക്ക് എത്തിയതാണ്. അവിടേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കാണുന്നത്. എന്തായാലും ഈ വനത്തിലേക്ക് തീ പടരില്ല എന്തായിരുന്നു നേരത്തെയുള്ള സമാധാനമെങ്കിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ വനാതിർത്തിയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വലിയ തോതിൽ തീ അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. തീയുടെ വലിയ സാന്നിധ്യം ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. തീ ഇങ്ങനെ അനുദിനം ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിഭീകരമായ ഭയാനകമാകുന്ന കാഴ്ച അത് ഓരോ നിമിഷവും നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് അടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവും. കാരണം ഇതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താനാണ്. കാരണം കുറച്ചു മുമ്പ് നമ്മളോട് സംസാരിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇനി ഭയപ്പെടാനില്ല, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ നിൽക്കുന്നതിന് മറുവശം അത് ഈ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാണാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇത് ഈ രീതിയിൽ രാത്രിയിൽ കത്തിയാൽ അത് വനത്തിലേക്ക് കയറാൻ അധിക സമയം വേണ്ടിവരില്ല. അത് വനത്തിനുള്ളിലേക്ക് കടക്കും. അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അത് ചെറുതാകില്ല. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ തീ 1% പോലും ഈ വനത്തിന്റെ അതിർത്തിയിൽ അണയ്ക്കുവാൻ ഫയർഫോഴ്സിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ തീ അത് എത്രത്തോളം വലിയ ഉയരത്തിലാണ് ആ തീക്കൂമ്പാരം ഉയർന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം വലിയ താഴ്ചയാണ്. ആ താഴ്ചയിൽ നിന്നാണ് തീ ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഭാഗങ്ങളിലെല്ലാം പൂർണ്ണമായും തീ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഫയർഫോഴ്സിനടക്കം ഇവിടേക്ക് വരാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാൽനടയല്ലാതെ മറ്റൊരു മാർഗം ഈ ഭാഗത്തേക്ക് എത്തുവാനില്ല. അതിനുള്ള ക്രമീകരണം ഇവിടെ എങ്ങും തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ നിമിഷവും ഭയത്തോടെ തന്നെ ഇവിടെ നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം അത്രത്തോളം ഉയരത്തിൽ, അത്രത്തോളം വ്യാപ്തിയിൽ, അത്രത്തോളം ഏരിയയിൽ ഈ തീ ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നു. പല സ്ഥലങ്ങളിലും വലിയ ഉയരത്തിൽ മരങ്ങൾ നിൽപ്പുണ്ട്. ആ മരങ്ങൾ കത്തുന്ന കാഴ്ച അത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം അരുൺ, ഒരുപക്ഷെ ഈ സ്ഥലത്ത് ഞാൻ ഈ ഭാഗത്ത് ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ചെറിയ പൊട്ടുപോലെ മിന്നുന്ന കാഴ്ച, അത് മരങ്ങളിൽ തീ പിടിച്ചിട്ട് ആ മരങ്ങളിൽ ഉണ്ടാകുന്ന തീയാണ് ഈ കാഴ്ചകൾ എല്ലാം കാണുന്നത്. ആ എണ്ണപ്പനയ്ക്കടക്കം പല ഭാഗത്തും തീ പിടിക്കുന്ന കാഴ്ച. അങ്ങനെ ഓരോ സ്ഥലത്തും മരങ്ങളിലേക്കടക്കം തീ വ്യാപിച്ചു. താഴ്ചയിൽ ഈ മലയുടെ മുകളിൽ നിന്ന് ഈ താഴ്വാരത്തേക്കടക്കം തീ പല ഏരിയയിൽ വ്യാപിച്ചിങ്ങനെ കടക്കുകയാണ്. പക്ഷേ അത് എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളത് നമുക്കും ഇവിടെ നിന്ന് കൂടുതൽ പറയാൻ കഴിയില്ല. കാരണം അതിന് പരിമിതികളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഫയർഫോഴ്സ് സംഘത്തിനടക്കം ഇവിടേക്ക് എത്തുന്നതിന് പരിമിതികൾ വളരെ വലുതാണ്. നാട്ടുകാരുടെ സേവനം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ നാട്ടുകാരും എത്തുന്നില്ല. കാരണം ഈ വനമേഖലയാണ്. കാട്ടുപന്നികളുടെ അടക്കം നിരന്തരമായ ശല്യമുള്ള സ്ഥലമാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രാദേശികരടക്കം നേരത്തെ നമ്മളോട് പങ്കുവെച്ച ഒരു ആശങ്ക. കാരണം ഏതൊരു സാഹചര്യത്തിലും ഈ ഓയിൽ ഫാമിലടക്കം എപ്പോഴും കാട്ടുപന്നികളുടെ അടക്കം സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീ പടരുന്നത് കണ്ട്, തീ ഉണ്ടാകുന്നത് കണ്ട് ഈ കാട്ടിലേക്ക് ഈ മൃഗങ്ങളടക്കം കയറിയിട്ടുണ്ടാകും. സ്വാഭാവികമായും തീ അവിടേക്ക് വ്യാപിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതല്ല. അതുണ്ടാക്കാൻ പോകുന്ന നാശങ്ങൾ ചെറുതല്ല. കോടികളുടെ കണക്ക് നമ്മൾ പറയുമ്പോൾ അതിനപ്പുറമുള്ള വന്യമൃഗ സമ്പത്തുള്ള സ്ഥലമാണ് ഇത്. ആ കുളത്തൂപ്പുഴയിൽ വലിയ തോതിൽ ഈ കാടിന്റെ അടക്കം സാന്നിധ്യമുള്ള ദൃശ്യങ്ങൾ കാണുന്ന പോലെ കാറ്റിന്റെ ഒരു വേഗത കൂടി പരിഗണിച്ചാണ് ഈ തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ ക്യാമറമാൻ കാണിച്ചു തരും. കാരണം ഈ കാറ്റ് വീണ്ടും ഈ സ്ഥലത്ത് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ കാറ്റിനൊപ്പം ഈ തീ ഇങ്ങനെ പടരുന്ന കാഴ്ചയാണ്. അങ്ങനെ ഒരു പ്രദേശം അപ്പാടെ തീ വെന്തിരിച്ച് കടന്നുപോയിരിക്കുന്നു. ഇവിടെ നിന്നിരുന്ന സസ്യസമ്പത്ത് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നു. കോടികൾ തങ്ങൾക്ക് നഷ്ടം വന്നുവെന്ന് ഓയിൽ ഫാം പറയുമ്പോൾ അതിലേറെ നഷ്ടം ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടേക്ക് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഉണ്ടാകണം. ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇനിയും അമാന്തം കാണിക്കരുത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ, കൂടുതൽ സന്നദ്ധരായ ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടേക്ക് എത്തിച്ച് ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കണം. രാത്രി കൂടി ഇങ്ങനെ തീ തുടർന്നാൽ അതുണ്ടാക്കുന്ന ദോഷം അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതല്ല. കാരണം ഈ പുകപടലം അത്ര ഉയരത്തിൽ വ്യാപിച്ചിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി വലിയ തോതിൽ ദോഷമുണ്ടാക്കുന്നുണ്ട്. കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ സമയവും നമ്മുടെ മുഖമടക്കം വലിയ തോതിൽ എരിയുന്ന പോലെ ഫീലിംഗ് ആണ്. കാരണം അത്രത്തോളം
എത്രത്തോളം വസ്തുക്കൾ ഇവിടെ കത്തിമാറുന്നുണ്ട്. ഈ മരങ്ങൾ, അതുപോലെ എണ്ണപ്പനകൾ അടക്കം കത്തിമാറുന്നു. ഒരുപക്ഷെ ഇവിടെ വെളിച്ചം വീഴുമ്പോൾ നാളെ മാത്രമേ എത്രത്തോളമാണ് ഇതിന്റെ നാശനഷ്ടം, എത്രത്തോളമാണ് ഇതിന്റെ രൂപം ഇങ്ങനെയായിരുന്നു, എത്രത്തോളം ഭാഗം കത്തി നശിച്ചു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. നമുക്ക് ഈ തീ പടരുന്ന സ്ഥലം മാത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. എത്ര വിശാലമായ എത്ര ഏരിയയിലാണ് നമ്മൾ ഇവിടെ എത്തുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലത്തേക്ക് ദൃശ്യങ്ങൾ കാണാം. അത് വനാതിർത്തിയാണ്. ആ വനാതിർത്തിയിലേക്ക് അടക്കം തീ എത്തിച്ചേർന്നിരിക്കുന്നു. തീനാളങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ വെന്തരിച്ച് കടന്നു പോകുന്ന കാഴ്ച. അങ്ങനെ ഈ ഉയരം കൂടിയ മലയുടെ താഴ്വാരങ്ങളിലടക്കം ഈ തീ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും തീ ഇങ്ങനെ മാറി മാറി കത്തി കൊണ്ടിരിക്കുന്നു. മരങ്ങളിലേക്കടക്കം തീപിടിക്കുന്നു. സാഹചര്യം വളരെ ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്നു. ഉന്മേഷ്. ആർ അരുൺരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത വനമേഖലയ്ക്ക് സമീപത്ത് കൂടി ഇപ്പോൾ തീയെത്തിയിട്ടുണ്ട്. വലിയ തീപിടുത്തമാണ്. ഒരു ഭാഗത്ത് ഫയർഫോഴ്സ് സംഘമെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുമ്പോഴാണ് മറുഭാഗത്ത് വനത്തോട് ചേർന്നുള്ള മേഖലയിൽ ഓയിൽ പാം ഇന്ത്യയുടെ ഈ എണ്ണപ്പനത്തോട്ടത്തിൽ ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. എണ്ണപ്പനകൾ വൻതോതിലുണ്ടായിരുന്ന മേഖലയിൽ ഫയർഫോഴ്സ് എത്തി തീ അണച്ചിരുന്നു. പക്ഷേ അതിൻ്റെ മറുഭാഗത്ത് ഇപ്പോഴും തീ പടർന്നു പിടിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘം അവിടെ എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടുകാർ, ആ മേഖലയിലുള്ള ചെറുപ്പക്കാരടക്കം അവിടെ എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്.